ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് UK ബാസിയുടെ അനുസ്മരണവും UK ബാസി കർമ്മയോധ പുരസ്കാര സമർപ്പണവും താനൂരിൽ ആര്യാടൻ മുഹമ്മദ് നഗറിൽ AICC വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. UK ബാസിയുടെ 5ാമത് ചരമ വാർഷിക പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ്. UK ബാസി അരനൂറ്റാണ്ട് കാലത്തോളം മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കരുത്തുള്ള നേതൃത്വമായിരുന്നു. അദ്ദേഹം ഏതാണ്ട് 20 വർഷത്തോളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി പ്രവർത്തിക്കുകയുണ്ടായി. മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തിന് ശേഷം ആര്യാടൻ മുഹമ്മദിനോടൊപ്പം തോളോട് തോട് ചേർന്ന് നിന്ന് ഈ ജില്ലയിൽ കോൺഗ്രസ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് കഠിനാധ്വാനം ചെയ്തിട്ടുള്ള നേതാവാണ് അദ്ദേഹം. ഒരു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായി നമുക്ക് അദ്ദേഹത്തെ വിലയിരുത്താൻ സാധിക്കും. തന്റെ പ്രവർത്തന കാലഘട്ടം മുഴുവൻ പാർട്ടിയുടെ നന്മയ്ക്കും പാർട്ടി പ്രവർത്തകരുടെ ഉത്സാഹത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾക്കും ഐക്യജനാധിപത്യ മുന്നണിയുടെ കെട്ടുറപ്പോട് കൂടിയ മുന്നേറ്റത്തിനുമെല്ലാം നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് അദ്ദേഹം. കഴിഞ്ഞ കാലഘട്ടം 20 വർഷം എന്ന് പറയുന്നത് ചെറിയ ഒരു കാലയളവല്ല. 2 പതിറ്റാണ്ട് കാലത്തോളം ജില്ലയിലെ കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുമ്പോൾ ധാരാളം ഉയർച്ചകളും താഴ്ചകളും വെല്ലുവിളികളും പ്രതിസന്ധികളും ഒക്കെ നേരിട്ടുകൊണ്ടാണ് അദ്ദേഹം തന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയത്. AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി ഓൺലൈനിലൂടെ മുഖ്യ പ്രഭാഷണം നടത്തി. Namaskar. Today we are in a program in the memory of our great leader, Sri UK Basi. He is not just a leader, he is an example that how a Congress leader should be. His commitment, his responsibility towards the party, and he started his job, his hard work has proved himself that he is a genuine leader of Congress party. 20 years he was in a post of the DCC president of Malapura. After that he was KPCC General Secretary. But quietly, he tried for the ticket in Lok Sabha, in Assembly. But his ticket he never got. But quietly, he worked for the party. He never said a dissent word against the party. This is how a Congress leader should be. I really appreciate this. PT അജയമോഹനൻ അധ്യക്ഷനായി. കോൺഗ്രസ് നേതാക്കളായ N സുബ്രഹ്മണ്യൻ, ആലിപ്പറ്റ ജമീല, KP അബ്ദുൾ മജീദ്, V ബാബുരാജ്, VA കരീം തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കർമ്മയോധ പുരസ്കാരം മുൻ KPCC പ്രസിഡന്റും AICC വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ K സുധാകരൻ MP-ക്ക് രമേശ് ചെന്നിത്തല നൽകി. UK ബാസി ഫൗണ്ടേഷൻ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ MLA നിർവഹിച്ചു. ഏതായാലും ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ പറയുകയാണ്, ബാസിയുടെ ഒരു അവാർഡ് അത് ഏറ്റുവാങ്ങാൻ അർഹതയുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതാവ് അത് ശ്രീ K സുധാകരനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ബാസിയേട്ടൻ തന്റെ ഇടത്തിന്റെയും ധൈര്യത്തിന്റെയും ചങ്കൂറ്റത്തിന്റെയും ഒക്കെ ഒരു പ്രതീകമായിരുന്നു. ഇരട്ടച്ചങ്ക് എന്നൊക്കെ നമ്മൾ പലരെ കുറിച്ച് പറയാറുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇരട്ടച്ചങ്കുള്ള നേതാവായിരുന്നു ബാസിയേട്ടൻ. തന്റെ ഇടത്തോടു കൂടി കാര്യങ്ങൾ കാണുവാൻ, ചെയ്യുവാൻ
ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനെ നേരിടാം എന്നൊരു മനസ്ഥൈര്യവുമുള്ള നേതാവായിരുന്നു അദ്ദേഹം. മുതിർന്ന നേതാക്കളായ മുൻ MP സി ഹരിദാസ്, മുൻ മന്ത്രി VC കബീർ മാസ്റ്റർ, മുൻ MLA K ചന്ദ്രൻ എന്നിവരെ ആദരിച്ചു. ഡോക്ടർ UK അഭിലാഷ്, റഷീദ് മൂര്യ, MP അഷ്റഫ്, ശശി പ്രഭ, പന്ത്രോളി മുഹമ്മദ് അലി, P രത്നാകരൻ, VP ശശികുമാർ, അനിൽ തലപ്പള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് 20TV.